മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ ഇങ്ങനെ കടക്കുകയായി. അപ്പോൾ ഇന്ന് നമുക്കൊരു അതിഥി ഇവിടെ വന്ന അതിഥിയാണോ എന്താണെന്നറിയില്ല. ഈ നമ്മുടെ പരിപാടി നടക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, നമുക്ക് ആരും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഫ്ലോറിലേക്ക് കയറി വന്നിട്ട് എന്തോ നമസ്കാരം ചേട്ടാ, എന്താ കാര്യം പറയും? ചുമ്മാ വന്ന് കയറി നിൽക്കാൻ പറ്റിയ സ്ഥലമൊന്നും അല്ലത്. ചേട്ടൻ ഇറങ്ങിപ്പോയി, ഇവിടെ വേറെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക, ആൾക്കാർ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയെ. കോവിഡ് കാലത്ത് ഇത്ര പ്രശ്നമുണ്ടായത് ഇവൻ അറിയുന്നില്ല. കോവിഡ് കാലത്ത് എന്ത് പ്രശ്നം ഉണ്ടായി? അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, എങ്ങോട്ടാണ് പോകേണ്ടത് ആർക്കും ഒരു രൂപമില്ല അടക്കം. എൻ്റെ ചേട്ടാ അതൊക്കെ ഇവിടെ ഒന്ന് പറയേണ്ട കാര്യം. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഞങ്ങൾ എൻ്റെ ജോലി ഞാൻ ചെയ്തോട്ടെ, എന്നെ ശല്യപ്പെടുത്തരുത് കേട്ടോ. അപ്പോൾ എല്ലാവരെയും വളരെ സ്നേഹത്തോട് വെൽക്കം ചെയ്യുന്നു. നമുക്ക് ഇന്നൊരു അതിഥി ഉടനെ തന്നെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. പ്രിയപ്പെട്ട അതിഥി ഉടനെ തന്നെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചേട്ടാ ചേട്ടൻ ഇറങ്ങി പോവോ? ചേട്ടാ എന്താ സംഭവം? എന്താ നിങ്ങൾ എന്താ വന്ന കാര്യം പറയും? ചുമ്മാ എന്താണ് സഹോദര, നമ്മളെയൊക്കെ നിർത്തത്തില്ല. വീട്ടിൽ ചെന്നാൽ പെണ്ണുങ്ങളെ നിർത്തത്തില്ല, കവലെ ചെന്ന താഴ്ചയാണ് നിർത്തത്തില്ല, ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നീ നിർത്തത്തില്ല. അല്ല നിർത്തണം എങ്ങനെ? ഇങ്ങനെ മദ്യപിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ആരെങ്കിലും മദ്യപിച്ചിട്ട് ഞാൻ എന്തിനു ശൈലി നിനക്ക് ഉണ്ടാക്കൂ? എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്ത വർത്താനോ അല്ലെങ്കിൽ നിന്റെ ക്രിക്കറ്റ് കുത്താനാമാന്നോ? അല്ല ക്രിക്കറ്റ് ഞാൻ കുത്തിട്ടേ പോകത്തുള്ളൂ. ഇല്ല എന്നെ അത് ചേട്ടൻ വെറുതെ പറഞ്ഞ എന്താ അതൊക്കെ അഭ്യാസം പഠിക്കാൻ. എന്താ അഭ്യാസം പിടിച്ച്? എൻ്റെ പൊന്നേട്ടാ, ഈ മദ്യപിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ആൾക്കാർ മാത്രമേ ഇത് കുടിച്ച് ഇങ്ങനെ കടത്തിനെ കിടക്കണം. മോശ പഴയ ബൈബിളില ഇവിടെ ഇല്ല. അതായത് അതല്ല മോശം, ബൈബിളിലെ മോശമല്ല പറഞ്ഞ. ഈ മദ്യപിക്കണവരൊക്കെ വളരെ ഇതാണ്. എനിക്ക് അത്തരക്കാരെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. എന്താണ് ഈ ഇതും കഴിച്ച് എന്തൊരു മണമായിരിക്കും മദ്യത്തിന്റെ. തെറ്റിദ്ധാരണകൾ, നിന്റെ തെറ്റിദ്ധാരണകൾ. എന്താ അപ്പൊ കഴിക്കുന്നവരെല്ലാരും പൊട്ടന്മാരാണോടാ? കഴിക്കുന്നവരൊക്കെ ആരും കൊള്ളത്തില്ല. ചേട്ടൻ എന്തിനാ ഇങ്ങനെ മദ്യപിക്കണം? എന്റെ പ്രശ്നം എന്താ? പ്രശ്നങ്ങളല്ലേ ഉള്ളൂ നമുക്ക്, ഇല്ലാത്ത മനുഷ്യനില്ലാത്ത പ്രശ്നങ്ങൾ എന്തെല്ലാം. ചേട്ടന്റെ പ്രശ്നം എന്താ? അത് പറഞ്ഞാൽ നമുക്ക് പരിഹരിക്കാം. പ്രശ്നം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പെണ്ണുമ്പോൾ നമ്മൾ കൊള്ളിയില്ലാത്തവനായിട്ടാണ് ചിത്രീകരിക്കുക. അതെന്താണ് കാര്യം? പറയൂ, പറഞ്ഞാൽ പരിഹരിക്കാം. ഞാൻ കൊള്ളിയല്ലെന്നാ അവള് പറയുന്നത്. അതെന്താണ് കാര്യം? അത് അവളോട് ചോദിക്കണം. നമ്മള് കൃത്യമായിട്ടൊന്നും മണിക്ക് പോകത്തില്ല. നമ്മൾ ആർക്കും ഒരു ജയിലിലാണ്ട് നമ്മള് കൊച്ചിന് ചെറുതാക്കൊക്കെ എടുത്ത് വരെ കഴിച്ചിട്ടാണ് നമ്മൾ നടക്കണം. അല്ല നമ്മള് ആറിൽ രചിത്തിട്ട് കയറാണ്ട് നേരമില്ല, നമുക്ക് അതിന് സൗകര്യമില്ല. ഇതെങ്ങനെയുണ്ട്? കൊച്ചിന്റെ ചെറുലാക്കോരെ എടുത്ത് കഴിച്ച ആളാണ് ഇനി. പിന്നെ ഇതിനേക്കാളും കൂടുതൽ എന്ത് ശല്യമാണ് നിങ്ങളെ കൊണ്ടുണ്ടാവാനുള്ളത്? ഒരു അച്ഛനല്ലേ ചെറുലാക്ക് മേടിക്കാൻ അവളെ തൊഴിലുറപ്പിന് ഇടുന്നത്. അപ്പൊ ആ ചേച്ചി പാവം തൊഴിലുറപ്പിന് പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കാശ് മുഴുവൻ വെള്ളം അടിച്ച് തീർക്കലാണ് ചേട്ടന്റെ പരിപാടി. എന്നിട്ട് കൊച്ചിന്റെ ചെറുലാക്കോരെ നിങ്ങൾ എടുത്ത് കഴിയും. വെള്ളം അടിച്ച് തീർക്കത്തില്ല, ഞാൻ വൈകുന്നേരത്തെ കൂടെ വെച്ചിട്ട് കിടക്കത്തുള്ളൂ. ഇതാണ് കുഴപ്പം. ഇത്തരം ചേട്ടാ ഈ മദ്യപാനികളുണ്ടല്ല കീറത്തുണി ഉടുക്കുമെന്നാണ് പറഞ്ഞ ബൈബിളിൽ. മദ്യപാനികൾ കീറത്തുണി ഉടുക്കും. അല്ല, അത് കീറി പോണതാ. എങ്ങനെ കീറി പോണ? അത് നമ്മള് റോഡിൽ വീണ് കഴിയുമ്പോ നമ്മൾ ഇടഞ്ഞല്ലേ പോകുന്നത്, ആ സമയത്ത് കീറുന്നതാ. അതാണല്ലേ? അതാണ് അങ്ങനെ പണ്ടുള്ള പൂർവ്വീകരി ഇട്ടിരിക്കണത്. മദ്യപാനികൾ കീറത്തുണി ഉടുക്കുമെന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ കഴിഞ്ഞ റോഡിൽ കാട്ട് കിടക്ക് വീട് കഴിച്ചു വരഞ്ഞു കഴിയുമ്പോ ഇതിനെ കീറുമല്ല. ഈ കുടിയന്മാര് എന്നാ പറയാ, മദ്യപാനികൾ കീറത്തുണി ഉടുക്കും. മദ്യപിക്കുന്നവന്റെ കയ്യിൽ സമ്പാദ്യം ഉണ്ടാവില്ല. അവൻ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യല്ലേ? എവിടെ ഡിപ്പോസിറ്റ്? അത് വേട്ടം പറയുന്ന തുണയാണ്. നിങ്ങൾ മദ്യപാനികൾ എവിടെയും ഡിപ്പോസിറ്റ് ചെയ്യുന്നില്ല. എവിടെ ഡിപ്പോസിറ്റ് ചെയ്യണം? ഷാപ്പിലും ബാറിലൊക്കെ ഡെപ്പോസിറ്റ് ഇല്ല. ഇതാണ് കുഴപ്പം. ഈ ഷാപ്പുകാരും ബാറുകാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ വലുതാണ്. നിങ്ങളെപ്പോലത്തെ സാധാരണക്കാരുടെ പൈസ കൊണ്ടാ ഈ ചേട്ടാ ഈ മദ്യപിക്കണ പൈസ കൊണ്ട് ചേട്ടൻ ഒരു എന്താ പറയുക, ഒരു പാല് മേടിച്ചു കുടിച്ചു. അതിനകത്ത് കൊളസ്ട്രോൾ എടുത്ത് വെക്കാൻ. എടാ ഞാനൊരുത്തം മദ്യപിച്ചില്ലെങ്കിൽ വിഷയമില്ല, വിഷയമില്ല. പക്ഷെ ഞാൻ മദ്യം കഴിക്കാതിരുന്ന ഇത് ഉണ്ടാക്കുന്നവരുണ്ടല്ലോടാ, ഇത് ഉണ്ടാക്കുന്നവരുണ്ടല്ലേ, അവന്റെ ഭാര്യയും കുടുംബവും കുഞ്ഞുങ്ങളെ എന്താണ് എക്കിട്ടം വന്നാ സങ്കടം വന്നാടാ. സങ്കടം വന്ന ഇതിലാണ് ഇങ്ങനെ കേറി ഇങ്ങനെ വരുന്ന. കാരണം അവരുടെ ഭാര്യയും കുട്ടികളും അതുങ്ങൾ പട്ടിണിയാകില്ല എന്ന് ഓർത്തിട്ടാണ് ഞാൻ എൻ്റെ ഒരുത്തരുടെ ദുഃഖം മാറ്റി വെച്ചിട്ടാണ് ഞാൻ അവരുടെ കാര്യം നോക്കും. അതാണ് സ്വന്തം ഭാര്യേനെയും മക്കളും ചേട്ടൻ നോക്കാൻ നേരമില്ല. സ്വന്തം ഭാര്യയും മക്കളും ഭക്ഷണം കഴിക്കേണ്ട, അവര് പിന്നെ പട്ടിണിയാണ്, അത് നോക്കാൻ നേരമില്ല. മദ്യം ഉണ്ടാക്കണവന്റെ ഭാര്യയും കുടുംബവും. അതാണ് അവരും ജീവിക്കുന്നതല്ലേ, അവരും ജീവിക്കുന്നവരല്ലേ. അപ്പൊ അവരെ കൂടെ നമ്മൾ നോക്കട്ടെ. അവരെ കൂടെ നോക്കണം. ചേട്ടാ ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മദ്യപാനമൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഒരു ജോലി ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് ജീവിക്കും. നല്ല ജോലി ഉണ്ടായിരുന്നു. കുടുംബം തകർക്കുന്ന ഒരു സംഭവമാണ് ഈ മദ്യം. നല്ല ജോലി ഉണ്ടായിരുന്നു. നല്ല ജോലി ഉണ്ടായിരുന്നു ആർക്ക്? എനിക്ക്. ചേട്ടൻ എന്ത് ജോലി കിട്ടാനാണ്? അതെന്താ നിർത്തിയത്? കടം പോകുന്നു, മീൻ വിറ്റിട്ട് കടം പോകുന്നു. കടം പോണതൊക്കെ എല്ലാ ബിസിനസ്സിലും ഉണ്ട്. കടം പോണത് അല്ലാതെ മീൻ കച്ചവടത്തിന് മാത്രമല്ല. ഇല്ല, ഷാപ്പുകാരൊക്കെ മീൻ എടുത്തിട്ട് കാശ് തരാനായിട്ട് ഞാൻ പിന്നെ കുടിച്ചിട്ട് അത് കാശ് മുതലാക്കണത്.
അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് കുഴപ്പം. എന്തെങ്കിലും 10 പൈസ കിട്ടാൻ നിവൃത്തിയുണ്ടെങ്കിൽ അവിടെ പോയി പിന്നെ ആരെയും പിന്നെ ഷോർട്ടേജ് വന്നു മീനിന്. ഈ 2 ടൈപ്പ് മീനെ എനിക്ക് കിട്ടത്തുള്ളൂ. ബാക്കിയെല്ലാം വില കൂടുതലാണ്, അല്ലെങ്കിൽ ചീഞ്ഞതൊക്കെ ആയിരിക്കും. ആ കൊടുത്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. 2 ടൈപ്പ് മീൻ എബൌട്ടന് കിട്ടും, റൗണ്ട് മതി കിട്ടും. എബൌട്ടന് റൗണ്ട് മതി മാത്രമേ കിട്ടത്തുള്ളൂ. എബൌട്ടൻ തിരിയാനും വട്ടമത്തി, റൗണ്ട് മത്തി എന്ന് പറയും. ബാക്കി മീൻ ബാക്കി മീനെല്ലാം ഡാമേജ് ഇല്ല. ഈ പിന്നെ കേരയും ചേരയും, അല്ല ചേരയല്ല, കേരയും ചൂരയും, അതൊക്കെ ഈ ഡാമേജാ. അത് റൗണ്ട് നമ്മള് കിട്ടാന്ന് പറഞ്ഞാൽ ഈ റൗണ്ട് മത്തി എടുക്കും, എബൌട്ടന് എടുക്കും. എബൌട്ടന് 160 കൊടുക്കും, 160 റൗണ്ട് മതി. വട്ടമത്തി കൊടുക്കും, അത് 150 രൂപ കൊടുക്കും. അത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത് എത്രയും പൈസ ഉണ്ടാക്കുന്ന ബിസിനസ് ആണെന്നത്തെ കാര്യം ഈ മീനിന്റെ പരിപാടി. എത്രയും പൈസ ഉണ്ടാക്കാം ചേട്ടൻ. ആ പൈസ ഉണ്ടാക്കിയിട്ട് അത് മൊത്തം കൊണ്ട് ഷാപ്പിലും പാറിലും കൊടുക്കാതെ അത് കൂട്ടി വെച്ച ചേട്ടൻ ഹെലികോപ്റ്റർ മേടിക്കാറിയാവോ? ഹെലികോപ്റ്റർ മേടിച്ച് കഴിഞ്ഞാൽ എവിടെ അടിച്ചു വരേണ്ട നടക്കാൻ പറ്റുള്ളൂ, ആ മേളിൽ കൂടെ കറങ്ങി നടക്കാനല്ലേ പറ്റത്തുള്ളൂ. അത് നല്ലതല്ലേ, ഒരു കുടുംബം നന്നായിട്ട് അതൊക്കെ പോട്ടെ. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ ഞാൻ 3 കുട്ടികൾ, ഭാര്യ. അപ്പൊ ഇതിനടക്കം മദ്യപിക്കാൻ എവിടെ സമയം കിട്ടിയത്? സമയം കണ്ടെത്തണം. ഞാൻ പറയില്ല, ഒരു കാര്യത്തിൽ നമ്മൾ മദ്യപിച്ച് പിന്നോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ കുതിക്കുന്ന ഒരാളായാൽ. 3 കുട്ടികളുണ്ട്. ഓക്കെ, അവരുടെ ഒന്ന് അവരുടെ വിശേഷങ്ങളൊക്കെ പറയാം. ആദ്യത്തെ കുട്ടി എന്താ പേരെന്താണ്, എന്ത് പഠിക്കണ? അവന്റെ പേര് സുരേഷ്. സുരേഷ് മോൻ എന്ത് ചെയ്യുന്നു? 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി തിരിച്ചറിവായ കൊച്ചാണ്. അതിന്റെ മുമ്പിൽ നിങ്ങൾ മദ്യപിച്ച് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ കഴിക്കുന്നില്ലേ? അവന്റെ മുമ്പിൽ ഞാൻ ചോദിക്കുന്ന കാരണം സൈഡിൽ നിന്ന് ഞാൻ കഴിക്കുന്നത്. അയ്യോ, അതല്ല, അവരുടെയൊക്കെ അത് കണ്ടു വളരണതല്ലേ ആ കുട്ടി ചേട്ടനെ. അതെ, അവൻ നാളെ നല്ലൊരു വഴികാരനാണ്. അച്ഛനെ പോലെ ഇങ്ങനെ ലോക്കൽ അടിക്കില്ല, അതല്ല സ്മാർട്ട് അടിക്കണോ. ഈ അടി എന്നുള്ള പറയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കണ്ടിരിക്കും നമ്മുടെ ഈ പ്രോഗ്രാം. അവർക്ക് കൊടുക്കാൻ അതല്ല, ലോക്ക്ഡൌൺ കാരണം സാധനം കിട്ടാതെ. ചേട്ടാ, എന്തെങ്കിലും കഴിവുള്ളവരൊക്കെയാണ് ഇവിടെ വന്ന് പ്രപഞ്ചം. ചേട്ടൻ എന്തെങ്കിലും കഴിവുണ്ടോ? പാട്ട് പാടുക എന്തെങ്കിലും ഉണ്ടോ? തിരുവാതിര അടിക്കുമായിരുന്നു. തിരുവാതിര കളിയായിരിക്കും. കുറച്ച് ശോഭയായിട്ട് തിരുവാതിര അടിക്കുമായിരുന്നു. ഏത് ശോഭയായിട്ട്? ഞങ്ങളുടെ അപ്പുറത്ത് പിന്നെ സരസമ്മ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബില് അവളുമായിട്ട് ഞാൻ അടിക്കുമായിരുന്നു. എന്നാ തിരുവാതിരയുടെ 2 പാട്ട് പാട്ട് പറഞ്ഞ അവളാ. അനങ്ങാതെ കളിക്കണം, ബോധക്കേടാകരുത് ചേട്ടൻ. ചുവട് പറിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ ഒരു കലാപരമായിട്ട് കഴിവുള്ള ഒരാളല്ലേ നിങ്ങൾ? അപ്പം നിങ്ങൾ ഇങ്ങനെ മദ്യപിച്ച് പോയിട്ട് കാര്യമൊന്നുമില്ല. ചേട്ടൻ മദ്യപിച്ചാൽ ഭാര്യ ചോദിക്കൂലേ? അവള് ചോദിക്കും, ഞാൻ കൊടുക്കത്തില്ല. അതല്ലെന്ന്, ഭാര്യ ഇതൊക്കെ ചോദിച്ച് അവള് ചോദിച്ചാൽ അവൾ വഴക്കിടാൻ വരും. നമ്മളൊക്കെ വഴക്കിടാൻ വരും. നമ്മുടെ മക്കളുടെ കയറാൻ വരണ്ട, നമ്മളെ സമ്മതിക്കത്തില്ല. അവളെ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ മദ്യപിക്കുന്നത്. അവിടെയും പിള്ളേരുടെയും കാര്യം ക്ലിയർ അവളെ കൊണ്ട് ക്ലിയർ ചെയ്തിട്ടാണ് അവളെ അടിക്കുന്നത്. പിന്നെ അവളെ തൊഴിലുറപ്പിന് വിട്ടില്ലേ, പിന്നെ ആ കാര്യം കിട്ടുന്ന അവരുടെ കാര്യം ക്ലിയർ ആയില്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ചേച്ചി ജോലിക്ക് പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ചേട്ടനെ പോലത്തെ ആൾക്കാർക്ക് പെണ്ണ് കിട്ടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾ കുടുംബം നോക്കൂല, ഇതും കുടിച്ച് ആവശ്യമില്ലാണ്ട് വാള് വെച്ച് മറ്റുള്ളവരെ പറയിപ്പിച്ച്. സത്യം കാര്യം. എനിക്ക് അങ്ങനെ അവര് പെണ്ണ് തരുമെന്ന് വിചാരിച്ചതല്ല, അവര് പിടിച്ചു കഴിച്ച് തുളസിമേലിട്ട് തന്നു വിട്ടതാ. അതാണ് കുഴപ്പം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കിട്ടും. ചേട്ടൻ എന്റെ ഫാമിലിയെ കുറിച്ച് അറിയാമോ? ഞാൻ മദ്യപിക്കില്ല, എന്റെ അച്ഛൻ മദ്യപിക്കില്ല, എന്റെ അമ്മ മദ്യപിക്കില്ല, എന്റെ അളിയന്മാര് ചേട്ടന്മാര് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു മനുഷ്യൻ മദ്യപിക്കില്ല. അതിനാണ് നിങ്ങൾ അത്ര അതപ്പതിച്ച ആൾക്കാരാണോടാ? ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെ മദ്യപിച്ചിട്ട് നിങ്ങളെ വീട്ടുകാർ മാത്രമേ അത്ര അതപ്പതിച്ചിട്ട്? അതപ്പതിച്ചതല്ല, നമ്മളൊരു കുടുംബമാകുമ്പോഴത്തേക്കിന് അത്ര നല്ലോണം പോകണം. ഞാൻ ഒരു കാര്യം, ചേട്ടൻ എത്രാം ക്ലാസ് വരെ പഠിച്ചു? എന്ത് വിദ്യാഭ്യാസം ഉണ്ട്? 5, 6, 6ാം ക്ലാസ് വരെ പഠിക്കും. 6ാം ക്ലാസ് വരെ പഠിച്ചെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാൻ പാടില്ലേ? അതൊക്കെ എന്തെങ്കിലും ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ ഇത് കുടിച്ചിട്ട് അങ്ങനെ കുടിച്ചു നടന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ അളിയനെ നിങ്ങൾ തല്ലിയെന്ന് പറഞ്ഞല്ലോ. വേണ്ടാനം കളിച്ച അളിയനടിക്കും. എന്ത് വേണ്ടതിനാണ് ചേട്ടാ? അവന്റെ കയ്യിരിപ്പ് ശരിയല്ലേ? എന്താ കയ്യിരിപ്പ്? അവൻ ഞാൻ ഇവിടെ ഒരു സാധനം മേടിച്ച് ചോദിച്ചിട്ട് ഇവനെ പെങ്ങളെ കൊഞ്ഞിനെ കാണാമെന്ന്, അളിയനെ കാണാമെന്നല്ല. അളിയൻ എന്തെങ്കിലും ചോദിക്കാണ്ട് അളിയൻ മേടിച്ച് സാധനം എടുത്ത് അടിച്ചിട്ട് അവൻ പോയി. അവന്റെ പെങ്ങളെയും പിള്ളേരെ കാണാമെന്നാ. അവന്റെ പെങ്ങളെയും പിള്ളേരെ കാണാമെന്ന്. എന്നാ അവന്റെ അളിയനല്ലേ, എന്നെ തിരക്ക് പോലും ചെയ്തില്ല. എന്നിട്ടാണ് അറിയാം ഞാൻ മേടിച്ച് സാധനം അടിച്ചിട്ട് അവൻ പോയി. അവൻ അളിയനെ വേണ്ട, അളിയന്റെ കയ്യിരിക്കുന്ന സാധനം മതി. പ്രേക്ഷകർ തന്നെ എന്താന്ന് ഓർക്കും ഇത് ഇങ്ങനെ ക്ഷണിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ, ഇങ്ങനത്തെ ഒരു മദ്യപാനിയായിട്ടുള്ള ഒരാള് നമ്മുടെ പരിപാടിയിൽ വന്ന് കയറി ഭാര്യയാണ് ചേട്ടൻ എടുത്തിട്ട് ഇടിക്കുമെന്നൊക്കെ പറഞ്ഞ സംഭവം എന്തായിരുന്നു? അവിടെ പുറത്തിട്ടൊക്കെ ഇടിച്ചെന്ന് വിഷയം ഉണ്ടാക്കിയെന്നൊക്കെ അറിഞ്ഞില്ല. അത് കാറ് കേട്ടത് മാത്രമല്ലല്ലോ, നാട്ടുകാരത് മൊബൈലിലൊക്കെ എടുത്ത് അതൊക്കെ വിഷ്വലൊക്കെ എടുത്ത് ചേട്ടനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നു. മനസ്സിലാകുന്നില്ല, ക്ലിയർ ആയിട്ട് പറയും ചേട്ടാ. അവരൊക്കെ ഇണക്കണ സാധനം ചൂവിനടക്കാൻ പോകണം, അതനുസരിച്ച് നമ്മുടെ നാക്ക് തിരിയത്തുള്ളൂ.
പിന്നെ ബീവറേജ് ഇണക്കുന്ന സാധനം അതുപോലെ ഇണക്കാൻ പറ അതിനെ തിരിയത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇണക്കുന്നതല്ല ബീവറേജുകാർ ഉണ്ടാക്കുന്ന സാധനം ഉണ്ടാക്കുന്നത് ഉണ്ടായിക്കോട്ടെ. ആ ഞാൻ നേരത്തെ ഇരുന്നൊരു ചുമല ഷർട്ടില്ലായിരുന്നു, ഒരു വെള്ള പുള്ളിയുള്ള ഒരു ചുമല ഷർട്ട്. ആരാ? എന്റെ ആ ഉണ്ടായിരുന്നു ചേട്ടാ, ഓർമ്മയിലുണ്ട്. വേറൊരു കള്ളി കൊണ്ടുണ്ട്, ആ ഒരു ഉജാലമുക്കിയ പോലത്തെ കളറുള്ള. ഇത് രണ്ടും കൂടെ പെറുക്കിയെടുത്ത് പെണ്ണുപിള്ളി എടുത്ത് കിണറ്റിയിട്ടതാ. ആ അവിടെ കിടന്നിട്ട് ഒരു ഷർട്ടും മുണ്ടും എടുത്ത് കിണറ്റിയിട്ടതിന് ഭാര്യനെ പിടിച്ച് ഇടിക്കണം എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കില്ല. എടാ അത് ഇട്ടല്ലായിരുന്നു ഞാൻ നിന്നത്, എന്നെ എടുത്തിട്ട് അവിടെ കിണറ്റിയിട്ടത്. ആ നിങ്ങളെടുത്ത് കിണറ്റിയിടും, നിങ്ങളുടെ സ്വഭാവം ഇതാകൊണ്ട് നിങ്ങളെടുത്ത് കിണറ്റിയിടും. അത്ര കൊള്ളില്ലാത്ത ആളാള്, അത്ര കൊള്ളില്ലാത്തവനാണ് ചേട്ടൻ. ഞാനൊരു കാര്യം പറയാം, ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ ഇടപെട്ടിട്ട് ചേട്ടൻ്റെ ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും. ചേട്ടൻ ഒന്നെങ്കിൽ കുടി നിർത്തണം, അല്ലെങ്കിൽ ചേച്ചീനെ കുഞ്ഞിനെയൊക്കെ നല്ല രീതിയിൽ നോക്കി സന്തോഷമായിട്ട്. ഞാൻ കുടി നിർത്തുന്ന പ്രശ്നമില്ല. അതെന്താ? ഞാൻ കുടി നിർത്തില്ല, എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല മോനെ, പറ്റത്തില്ല. എന്താ ചേട്ടൻ അതിന്റെ അളവ് കുറച്ച് കൊണ്ടുവന്ന പരിപാടി നിർത്ത്. അളവ് കുറക്കുന്നുണ്ടല്ലോ, ഞാൻ 1 ലിറ്റർ മേടിക്കണമെങ്കിൽ അത് അളവ് കുറച്ച് കൊണ്ടുവരുന്നത്. അളവ് തന്നെ 2 പേക്കേ ഉണ്ടാവുള്ളൂ, അങ്ങനെ അളവ് കുറച്ച് ഞാൻ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ആ പഞ്ചായത്ത് ഉണ്ടല്ലോ, നിങ്ങളുടെ പഞ്ചായത്തിന്റെ അവിടെ നിർത്തിയാൽ പറഞ്ഞു, അവിടെ എന്തൊരു ഓണപ്പരിപാടി നടന്നപ്പോൾ ചേട്ടൻ അവിടെ ചെന്നിട്ട് മാവേലി ഇടിച്ചെന്നാ, മറ്റേ അവിടെ പ്രചന്ഡേഴ്സിനുള്ള ആൾക്കാർ ഇടിച്ചെന്നാ, ചേട്ടൻ എന്തോ വിഷയം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കാര്യം ചേട്ടാ? അത് മാവേലിയായിട്ട് ഞാൻ വേഷം കെട്ടിയതായിരുന്നു. ആ മാവേലിയായിട്ട് വേഷം കെട്ടിയിട്ട് ഞാൻ അവിടെ മാവേലി കള്ളത്തരം പറയരുത് എടുക്കരുതെന്നൊക്കെ പറഞ്ഞാണ് മാവേലി പറയണത്. അവിടെ നിന്ന് ഞാൻ കുറെ കള്ളത്തരം പറഞ്ഞാൽ എന്നെ വാരിട്ട് ഇടിച്ചു വരും. പിന്നെ അവരവിടെ ചെന്ന് കള്ളത്തരം പറയും. പിന്നെ എന്നെ കൊണ്ട് കുടി നിർത്താൻ പറ്റത്തില്ല. നമ്മുടെ ഒരു പയ്യന്റെ ഒരു കേസ് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാമോ? കുടി നിർത്തുന്ന കേസ് കിട്ടാൻ എങ്ങനെയാ? എന്റെ പൊന്നേട്ടാ, എനിക്കിവിടെ ഇത് കാണുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ട്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവര് കുടി നിർത്താനുള്ള മരുന്നോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ എൻ്റെ തന്നെ. ആരുടെ? അവരുടെ മൊബൈൽ നമ്പർ. ചേട്ടാ മൊബൈൽ നമ്പർ അല്ല, അവരുടെ മൊബൈൽ നമ്പർ. മൊബൈൽ നമ്പർ തന്നെ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വേണ്ടപ്പെട്ട ഒരു കൊച്ചിൻ്റെ കേസ് കിട്ടണം. അവന് ഇപ്പോൾ കുടിയെന്ന് പറയുന്നത് ഇച്ചിരി മണി കുടിയല്ല, അവന് നേരെ ഈ സാമാനം വേണമെന്ന് പറഞ്ഞാൽ വേളം വെക്കണം. അങ്ങനെ ഒരു ഞാനൊന്നൊരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ നമ്മളിത് കാണുന്നവരൊന്ന് നിങ്ങളൊന്ന് നോക്കുക. ഞാൻ കുടിക്കുന്ന പോലെ എല്ലാം കുടിക്കുന്നത്, ഞാൻ കുടിക്കുന്ന പോലെ പറഞ്ഞോളൂ, ഞാൻ പറയാം, നമുക്ക് റെഡിയാക്കാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് നമ്മളുടെ ഏതെങ്കിലും ഡോക്ടർമാരെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. ഒരു ഇദ്ദേഹത്തിനേക്കാളും കൂടുതൽ അല്ലേ എന്റെ പ്രായമാണ്, എനിക്ക് മനസ്സിലായി. പക്ഷെ അങ്ങനെ മദ്യപിച്ച് അത് അദ്ദേഹത്തിന്റെ കുടി നിർത്താനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പറഞ്ഞു തരണം. അത് നമുക്കൊന്ന് എഴുതി അറിയിച്ച് നമ്മൾ ആ മരുന്ന് കൊടുക്കുന്നതാണ്. അവരെ പറയാം, അവർ വാട്സാപ്പിൽ അയച്ചാൽ പറയും, മരുന്നിന്റെ കോപ്പി ഇതിലെ സാധനം കാണൂല അവിടെ. അപ്പൊ അതിങ്ങനെ വാട്സാപ്പിൽ അയച്ചാൽ ഫ്ലൈസൂക്കിട്ട് കാര്യമില്ല, മൊത്തം വാട്സാപ്പിൽ അയച്ചാൽ മതി. ഈ സാധനം അടിച്ചിട്ട് നമുക്ക് അത് ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്യാൻ ഒരു ചെറുക്കന്റെ ജീവിതം നമ്മളെ ഇല്ലാതെ കളഞ്ഞു വിളിക്കുന്നത്, അതാണ് അവസാനം കുറ്റം വരുള്ളൂ. അവനെ കൊച്ചിന്റെ കേസ് കേട്ടാ, അതാണ് എല്ലാവരും കളിച്ച് അവസാനം ഭാഷപ്പഴായിരുന്നു. നമ്മളിത് ജീവിച്ചിരിക്കുമ്പോഴല്ല അങ്ങനെയൊന്നും ചെയ്തുകൂടാ. അതൊക്കെ നിർത്തലാണ്, നിർത്തിക്കണം. അത് എൻ്റെ അച്ഛനാണ് ചിരി. അത് വേണ്ട, അങ്ങനെയുള്ള അതാണ് ഞാൻ പറഞ്ഞത്. കഴിയാവുന്ന കേസിലാണെങ്കിൽ ചെയ്തു തന്നെ. അത് നല്ല മനസ്സാണ് ചേട്ടൻ. എന്നെ ഉപദേശിച്ചിട്ട് കാര്യമില്ല, കാരണം ഞാനിങ്ങനെ നടക്കുന്നവനാ, എനിക്ക് ഒരുപാട് പ്രചനങ്ങളുണ്ട്. പക്ഷേ ഈ കേസ് കേട്ട് ഈ പോലെ ചെറുക്കൻ്റെ കേസ് ഇട്ടായതുകൊണ്ട് അത് മാറ്റി തരാം. അത് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് വിവരം എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടണം, അല്ലാതെ പിന്നെ റിസൾട്ട് അത് നമുക്ക് എന്തായാലും അത് തീർച്ചയായും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി, കാരണം ഇത് അദ്ദേഹത്തിൻ്റെ കണ്ണ് വരെ നിറഞ്ഞിരുന്നു. കാരണം അദ്ദേഹം ഇത്രയും കുടിയനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ ഒരു എന്താ പറയുക, ഒരു നല്ല മനസ്സെന്ന് പറയാം. കാരണം പുള്ളിക്ക് വേറൊരാൾ നശിക്കുന്നതാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനൊരുത്തരും ഇങ്ങനെ പിന്നെ മറ്റുള്ളവരോട് അങ്ങനെ ഞാൻ സമ്മതിക്കാം. എനിക്കറിയാം ഞാൻ കഴിക്കാൻ തെറ്റാന്ന് പറയാം, മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല. അയ്യോ, ഇതുപോലത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ചേട്ടൻ ഞാൻ എന്ത് വില കൊടുത്തും ഞാൻ ചേട്ടൻ പറഞ്ഞ ആളുടെ കൂടി ഞാൻ നിർത്തും. അല്ല ഞാൻ അതൊക്കെ ഓക്കെ, ചേട്ടൻ ആളുടെ ഡീറ്റെയിൽസ് പറയാം, എന്തൊക്കെയാണ് നമുക്ക് പോയി കാണാം. എന്താണ് ആളുടെ കുടിയുടെ പ്രശ്നം? എന്താണ് കുടി? ഏത് നേരം കുടി തന്നെ. ഏത് നേരം കുടിച്ച് തുണിയില്ലാതെ കിടക്കണ സ്വഭാവം ഉണ്ടോ? വേറെ ഏത് ആകെ പറഞ്ഞാൽ നമ്മളാറും. അയ്യോ, അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ തുണിപോലെ എടുത്താൽ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോകണം, അറിയാം. അയ്യോ നമ്മള് ആചാരമൊക്കെ എന്റെ ദൈവം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അത് നോക്കണം. കുടിച്ച് തുണിയില്ലാണ്ടൊക്കെ നടക്കുന്നത് എങ്ങനെ സാധനം മാറ്റിയെടുക്കാൻ പറ്റും? അത് മരുന്ന് കൊടുത്ത് നമുക്ക് മാറ്റിയെടുക്കാം. ഉദ്ദേശിക്കുന്നത് മരുന്ന് നമുക്ക് ഒന്നെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത്രയും ഒരു ഡേഞ്ചർ സോണിലൊക്കെ ആയ സ്ഥിതിക്ക് മരുന്ന് ഫലിക്കുമെന്ന് അറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ അതിനു മുമ്പ് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് കുടിച്ച് ഭയങ്കര മതോന്മത്തനായി നടക്കുന്ന ഒരു പയ്യൻ, അതുപോലെ കുടിച്ച് തുണിയില്ലാതെ 4 കാലിലായിരിക്കും അല്ലേ?
ആ ഒരു കാര്യമൊക്കെ ഒരു കാലം അങ്ങോട്ട് പറഞ്ഞു അതാ ഓടിയതാ. കുടിച്ച് വസ്ത്രം പോലും ഇല്ലാതെ 4 കാലം നടക്കുന്ന ഒരാളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കുടി നമുക്ക് നിർത്തണം. ഒരു കാര്യം ഞാൻ നമുക്ക് ഒരു കുടി നിർത്തുന്ന ഒരു പൗഡർ ഉണ്ട്. അതായത് അതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കത്തില്ല. അപ്പൻ അറിയാതെ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഓക്കെ നമ്മൾ ഈ അമേരിക്കയിൽ നിന്ന് വരുത്തിയൊരു പൗഡറാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ കൊടുക്കാം. പക്ഷെ നമുക്ക് അവൻ കഴിക്കുന്ന സംഭവത്തിൽ ചേർത്ത് നമ്മൾ കൊടുക്കണം. അത് പൗഡർ കുഴപ്പമില്ലല്ലോ. അത് ഞാനത് ഓർഡർ ചെയ്യാം. അതിന്റെ പൈസ ഞാൻ അതൊക്കെ പൈസ ഞാൻ ക്ലിയർ ചെയ്തോളാം. ഓക്കെ. അപ്പൊ ഇത്ര നല്ലൊരു മനുഷ്യൻ, ചേട്ടൻ ഒരു കുടിയനാണെങ്കിലും ചേട്ടന്റെ മനസ്സിന്റെ ഒരു നന്മ എനിക്ക് കുടി നിർത്തി കണ്ടാൽ മതിയല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് ചോറിൽ നമുക്ക് ഈ പൗഡർ കലക്കി നടക്കുന്ന കേസല്ല. അല്ല നമുക്ക് ചോറിൽ നടക്കത്തില്ല. അവൻ ചോറ് കഴിക്കത്തില്ല. ചോറൊന്നും കഴിക്കാനുള്ള പ്രായം അവനായിട്ടില്ല. ചോറ് അവൻ കഴിക്കൂല. ചോറ് കഴിക്കാനുള്ള പ്രായം അവനായിട്ടില്ല. ചോറ് കഴിക്കാനുള്ള അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം നമുക്ക് ജ്യൂസിൽ കലക്കി കൊടുത്താലാ? ജ്യൂസൊന്നും അങ്ങനെ കൊടുക്കാറായിട്ടില്ല. അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുക്കാറായിട്ടില്ല. ഇത്രയും കുടിച്ച് തുണിയിലാണ്ട് 4 കാലം നടക്കുന്ന ഒരാളെ നമുക്കത് വേറെ രീതിയിൽ നമുക്ക് അവന് വായിൽ ഒഴിച്ചു കൊടുത്താലോ? അങ്ങനെ കുടിക്കത്തില്ല. അവൻ ഈ കുടി തന്നെ കുടിയാ. ഇത്രയും ഭക്ഷണം കഴിക്കാലോ, ജ്യൂസും കഴിക്കാലോ, ഒന്നും കഴിക്കാത്ത കുടിക്കണത് ആരാണ്? ഇങ്ങനെ കുടിക്കണ ആള്? എടാ ഈ ലീലയുടെ മകന്റെ കാര്യം ഞാൻ പറഞ്ഞത്. കുഞ്ഞേ അവൻ ഈ മുല കുടിയായാലും ഈ മുല കുടിയെന്ന് പറഞ്ഞാൽ അവൻ മുല കുടിക്കാൻ തന്നെ ഇരിക്കും. എപ്പോഴും മുല കുടിച്ചാൽ മതി. 3 വയസ്സുള്ള കൊച്ചിന്റെ കാര്യമാണ് പറഞ്ഞത്. ചേട്ടൻ പാടുനോക്കി പോയ മനുഷ്യന് ഇത്ര നേരം കബൂറാക്കിട്ട് ഇന്നും മാറുന്നേ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് എന്തായാലും എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്ന സമയം ഇതുപോലത്തെ മരണങ്ങളൊക്കെ വന്നു കയറിയിട്ട് ഇന്നത്തെ ഇതും പോയി വെറുതെ. ചേട്ടാ മാറുന്നേ. അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തായാലും ഇന്നത്തെ ഒരു അതിഥിയെ നമ്മൾ വെൽക്കം ചെയ്ത അതിഥി ഇവിടെ എത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് വന്നത് ഒരു എന്താ പറയുക, അതിഥിയൊന്നും അല്ലെങ്കിൽ പോലും നാട്ടിലെ നല്ലൊരു പയ്യൻ. നാട്ടിലെ നല്ലൊരു പയ്യനൊന്നുമല്ല, നാട്ടിലെ ഏറ്റവും മോശക്കാരനായിട്ടുള്ള ആൾ. എപ്പിസോഡിൽ വന്നതിൽ ഏറ്റവും മോശക്കാരനൊരു കുടിയനാണെന്ന് കയറി വന്നേക്കണം ആദ്യമായിട്ട്. നമുക്കത് പറ്റില്ല. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു ഗംഭീരമായിട്ടുള്ള അതിഥിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും വിടാം. ബൈ ഫ്രം വിനീത് വിജയ്.